Hi, Namaste. Welcome back to my channel Maintainer. ട്രേഡിങ്ങിൽ വരുന്ന ബിഗിനേഴ്സിന് മെയിൻ ആയിട്ടുള്ള കൺഫ്യൂഷനാണ് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ്. അതായത് നമുക്ക് മാർക്കറ്റ് അപ്പ് ഡൗൺസ് പോകും, പക്ഷേ ചില സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ചെറുതായിട്ടൊരു അപ്പ് ട്രെൻഡ് കാണിച്ചിട്ട് നമ്മൾ ട്രേഡ് എടുത്ത് കഴിയുമ്പോഴായിരിക്കും മാർക്കറ്റ് പെട്ടെന്നൊരു സഡൻ ഫോൾ അല്ലെങ്കിൽ സഡൻ ഹൈക്ക് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ ഫുള്ള് ലോസ് സംഭവിച്ചിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പം നമ്മുടെ നമ്മുടെ ഇന്റർനെറ്റ് ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് ഫേക്ക് ആയിട്ട്, അതായത് നമുക്ക് സാധാരണ സ്ട്രാറ്റജികൾ കുറച്ച് എൻറ്റലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഭാഷയായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു അപ്പ് ട്രെൻഡ് പോയാലും അത് റിവേഴ്സ് പോകാൻ സാധ്യതയിലാണ് നമുക്ക് അവിടെ കൺഫർമേഷൻ തരികയില്ല. അതായത് സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ തരാതെ നമുക്ക് കാണിച്ചിരിക്കും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള അപ്പാണ് അല്ല ഫേക്ക് ആയിട്ടുള്ള ഡൗൺ ആണ്, നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് ട്രേഡ് എടുക്കേണ്ടെന്നുള്ളൊരു കൺഫർമേഷൻ നമ്മൾ സോഫ്റ്റ് അവിടെ തരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം നമുക്കത് ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അഥവാ നമുക്കൊരു ഷോർട്ടിൽ, അപ്പം നമുക്കൊരു ദൂരം കളിക്കുന്ന ആൾക്ക് അവിടെ ഒരു ഷോർട്ട് കിട്ടി, അപ്പം ലോങ് പോകത്തില്ല എന്നറിയുമ്പോൾ നമുക്കൊരു ഷോർട്ട് എടുക്കാമല്ലോ, ചെറിയൊരു ട്രേഡ്. അപ്പോൾ അതുപോലെയും നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെ ആണെന്ന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ ക്രൂഡ് ഓയിലിൽ നമുക്കൊരു ബൈ വന്നിട്ട് നമുക്ക് കുറച്ച് കയറിയിട്ട് നമുക്കവിടെ കൺഫർമേഷൻ തരാതെ ഇപ്പോൾ റിവേഴ്സ് അടിച്ചപ്പം നമുക്ക് സിഗ്നൽ മാർക്കറ്റ് ഇറങ്ങുന്നു, നല്ല പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ അവിടെ തരുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് എടുക്കാം, ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ താട്ടിറങ്ങുന്നുണ്ട്, ഇപ്പം നമുക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതിനകത്ത് നല്ലൊരു കൺഫർമേഷനാണ്, നല്ലൊരു ബ്രേക്ക്ഔട്ടാണ്. പ്രോഫിറ്റ് നമുക്ക് എന്തായാലും നമുക്ക് താട്ടാണ് നമുക്ക് ചൂടായിട്ട് സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയും നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. മോർണിംഗിലൊരു നിഫ്റ്റി നല്ലൊരു ബൈ സെക്ഷനും ലാസ്റ്റ് ക്ലോസിംഗ് ലെവലിൽ നമുക്ക് ഒന്നേകാലം ശേഷം നമുക്ക് സെൽ ട്രേഡും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 23,200 പുട്ട് ഓപ്ഷൻ നമുക്കൊരു 115 പോയിന്റ് ലാസ്റ്റ് വന്ന ട്രേഡിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്നത് നമുക്ക് പുട്ട് ഓപ്ഷൻ 53 അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ നമുക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാനുള്ളൊരു നമുക്കൊരു ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ര നല്ല ട്രേഡായിരുന്നു ലാസ്റ്റ് വന്ന പുട്ട് ഓപ്ഷൻ്റെ. അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മോർണിംഗിൽ വലിയൊരു ബൈ ട്രേഡ് നിഫ്റ്റിയിൽ പോയ പോലെ കിട്ടിയില്ല, പക്ഷെ എന്നാൽ സെൽ ട്രേഡ് നല്ല റിട്ടേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സെൽ ട്രേഡ് പ്രകാരം പുട്ട് ഓപ്ഷൻ 49,700 പുട്ട് ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയോ നല്ലൊരു 140 പോയിന്റ്സിൻ്റെ മേളിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ട് സിഗ്നലാണിത്. അപ്പോൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിത് ക്രൂഡ് ഓയിൽ കാണിച്ചിട്ട് ക്രൂഡ് ഓയിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഫസ്റ്റ് കാണിച്ചിട്ട് ഞാൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്ന് വന്ന പെർഫോമൻസ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഫ്രീ ലൈവ് ഡെമോ ട്രയലിലൂടെ നിങ്ങൾക്ക് എടുക്കാം. സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വേർഷൻ 8.1 സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് നോക്കിയാലും ഇന്ന് മാർക്കറ്റ് നോക്കിയാലും ക്രൂഡ് ഓയിൽ നമുക്ക് രാവിലെ നമുക്ക് ഇന്നലെ ബൈസിൽ ഒരു ചെറുതാപ്പ് കയറിയിട്ട് നമുക്ക് ബൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അപ്പ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു അപ്പ് ട്രെൻഡ് കയറി. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പം ഇന്നലെ തൊട്ട് ഫുൾ ഡൗൺ ആണ്, നമ്മളവിടെ ഒരു അപ്പ് ട്രെൻഡ് കയറി എടുക്കും. പക്ഷേ അങ്ങനെ വരുമ്പോഴായിരിക്കും മാർക്കറ്റ് പെട്ടെന്നൊരു സഡൻ ഡൗൺ ഉണ്ടാകും. നമുക്ക് മാർക്കറ്റ് നമ്മൾ പ്രഡിക്ഷൻ അപ്പുറത്താണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമുക്കൊരു അപ്പ് ട്രെൻഡ് ഇവിടെ പോകുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ കൺഫർമേഷൻ തന്നിരുന്നില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ താഴത്തെ കൺഫർമേഷൻ ബാർ ഇന്നലെ തൊട്ട് റെഡാണ്, അവിടെ സെല്ല് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ഒരു ബൈ ട്രേഡ് ആണ് നമുക്ക് അവിടെ തരുന്നെങ്കിൽ ഇതേപോലെ നമുക്ക് ക്യാൻഡിൽ ഗ്രീനും താഴെ ഗ്രീൻ തരും. അപ്പോൾ അത് തരാതിരിക്കും നമുക്ക് അവിടെ ഒരു ഡൗൺ ട്രേഡ് ഷുവറാണ്. അപ്പോൾ ആ സിഗ്നൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ കൺഫർമേഷൻ ബാറും ക്യാൻഡിൽ കളറും കൂടെ സിഗ്നലിൻ്റെ കളറും കൂടെ മാച്ച് ആയാൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാവും. ഇപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് കൺഫർമേഷനും അതേപോലെ ഇവിടെ ബൈ സോൺ ആണ്, ബൈ സോണും വരും, സെല്ലാണ്, സെൽ സോൺ വരും. ഇപ്പോൾ ഈ സെല്ല് നോക്കുകയാണെങ്കിൽ ഇത് കൺഫേം ആണ്, കാരണം ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സിഗ്നൽ തന്നിട്ടുണ്ട്. തന്ന സമയത്ത് നമുക്ക് താഴെ നമുക്ക് അതിൻ്റെ ടാർഗറ്റുകൾ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വരുന്നതിന് മുമ്പ്, കാരണം ഇവിടെ ഒരു സെൽ ബൈ ട്രേഡ് പറഞ്ഞിട്ടില്ല, അപ്പോൾ തിരിച്ചിറങ്ങുന്നത് ഷുവറാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അതേപോലെ ഇവിടെ സപ്പോർട്ട് നോക്കാൻ നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് നമുക്ക് ടാർഗറ്റ് 3 തന്നിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റ് നമുക്ക് ധൈര്യമായിട്ട് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിഫ്റ്റിക്ക് നമുക്ക് ലാസ്റ്റ് വന്ന നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇന്ന് നമുക്ക് 1.4 ശേഷം വന്ന ലാസ്റ്റ് വന്ന സെൽ സിഗ്നലാണ് നമുക്ക് ഈ മേളിൽ കാണിച്ചിരിക്കുന്നത്. അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റ് താഴെ 3 കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സെല്ല് നമുക്ക് സിഗ്നൽ വന്ന സമയത്തേക്ക് കൺഫേംഡ് ആയത്, കാരണം വന്ന സമയത്ത് അപ്പം തന്നെ താഴെ റെഡായി ക്യാൻഡിൽ കളർ റെഡ് വന്നു. അപ്പോൾ സപ്പോർട്ട് അടിച്ച് അവിടെ അപ്പം തന്നെ ഇറങ്ങി. അവിടെ 3 ടാർഗറ്റ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം കൺഫർമേഷൻ ബൈയും അതെ സെല്ലും അതെ
കൺഫർമേഷൻ അപ്പം തന്നെ വന്ന് നമുക്ക് ബ്രേക്ക് ഔട്ടും അപ്പം തന്നെ പോയി. അപ്പോൾ ആ 2 സിഗ്നലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നലാണ് സോഫ്റ്റ് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി നമുക്കത് 3 ടാർഗറ്റ് എൻ്റർ ചെയ്യാവുന്ന ഒരു പോർഷനാണ്. അതേപോലെ നമ്മൾക്ക് ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ തന്നിരിക്കുന്നത്, ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ കൺഫർമേഷൻ അപ്പം തന്നെ തന്നിട്ടുണ്ട്, സപ്പോർട്ട് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിഗ്നൽ നമുക്ക് കണ്ടെത്താൻ നമുക്ക് സോഫ്റ്റ്വെയറിൽ വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് നമുക്ക് ഇവിടെ സിഗ്നൽ വന്ന ഏത് ലെവലാണ് കൺഫേം ആയത് അത് പ്രകാരമുള്ള നമുക്ക് ഇൻ ദ മണി അറ്റ് ദ മണി ഒട്ടത്തോണി ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ 23,151 സിഗ്നൽ കൺഫേം ആയാലും നമുക്ക് 23,200 300 പുട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ 23,200 പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സിഗ്നൽ എന്ന 53ക്കാണ്. ഇപ്പോൾ സിഗ്നൽ അവിടെ ബൈ വന്നിട്ടുണ്ട് 53ൽ താഴെ 3 ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ അപ്പം തന്നെ കൺഫേം ആയി നേരെ കയറി. അപ്പോൾ നമുക്ക് 53 വന്ന സമയത്ത് നമുക്ക് 190 വരെയൊക്കെ ഇത് പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ രാവിലെ വന്ന കോൾ ഓപ്ഷൻ, രാവിലെ വന്ന സിഗ്നലും ഇതേപോലെ തന്നെ സിഗ്നൽ അപ്പം തന്നെ കൺഫേം ആയി 23യുടെ കോൾ എടുക്കാമായിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ 23യുടെ കോൾ ഓപ്ഷൻ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് സിഗ്നൽ വന്ന് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ട് 149 ഒറ്റയടിക്ക് ഒറ്റ കയറ്റം കയറി 277 വരെ കയറി പിന്നെ ഇറങ്ങി പിന്നെ ഇവിടുന്ന് കയറി. അപ്പോൾ ഇവിടുന്ന് രണ്ടാമത്തെ ട്രേഡ് പിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് സെൽ ട്രേഡ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ആണെങ്കിൽ നമുക്ക് വേണേൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്ത് വെച്ച് തിരിച്ച് രണ്ടാമത് ഇവിടുന്ന് കയറുമ്പോൾ എൻട്രി എടുത്താലും മതി. ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് അപ്പ് ഡൗൺസ് ആണ്. പക്ഷെ താഴത്തെ കൺഫർമേഷൻ ബാർ മാച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണ്. ഇവിടെ നമുക്കൊരു സെല്ലില്ല, തിരിച്ചു കയറുന്നൊരു മീനിങ് ഉണ്ട്. അപ്പം നമുക്ക് പൊസിഷൻ വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. തിരിച്ച് ഇനിയിപ്പം ഒരു ട്രേഡ് നമ്മൾ എടുത്തില്ല, ഇനി അടുത്ത ട്രേഡ് എവിടെയാണെന്ന് നോക്കി കണ്ടെത്താൻ നമ്മുടെ സോഫ്റ്റ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തിരിച്ച് പിന്നെയും കയറുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രേഡ് ഇവിടുന്ന് പിടിക്കാം. അപ്പോൾ ഇവിടുന്ന് 260 പിന്നെയും കയറിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്ത് 252 വരും. ഒറ്റയടിക്ക് നമുക്ക് ഒരു 40-45 പോയിന്റ്സോളം നമുക്ക് കിട്ടിയൊരു പോർഷനാണിത്. ഓക്കെ, അപ്പം ഈസിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് ഈ സെയിം മെത്തേഡ് വെച്ച് നമുക്ക് എല്ലാ മാർക്കറ്റും വർക്കൗട്ട് ചെയ്യും. സെയിം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ പക്ഷെ നല്ല സ്ട്രോങ് ആയിരുന്നില്ല, പക്ഷെ സെല്ല് നല്ല സ്ട്രോങ് ആയിരുന്നു. നല്ല രീതി പെട്ടെന്ന് കൺഫേമായി സപ്പോർട്ട് വെച്ച് നല്ല രീതിയിൽ താട്ടിറങ്ങി. അതിൻ്റെ പുട്ടാണ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ കൺസേൺ ആയിട്ടുള്ള പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്ത് വെച്ചാൽ അതിനകത്ത് ഇവിടുന്ന് സിഗ്നൽസ് നമുക്ക് എൻട്രിയും ടാർഗറ്റ് സോഫ്റ്റ് കറക്റ്റായിട്ട് അവിടെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ കൂടുതലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവായിട്ട് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.